Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുന്നെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചീര മെഴുക്കുവരട്ടിയതാണ്. സാധാരണ നമ്മളെല്ലാവരും ചീര തോരനാണ് കൂടുതലും വെക്കാറുള്ളത്. പിന്നെ ഞാനൊരു ചീര അവിയലിൻ്റെ റെസിപ്പി പണ്ട് പോസ്റ്റ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് അത് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ ചീര മെഴുക്കുവരട്ടിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ചീര മെഴുക്കുവരട്ടിയത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ഇതിനായിട്ട് ഞാനൊരു ഉരുളി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഈ നാടൻ മെഴുക്കുവരട്ടിക്ക് എപ്പോഴും ടേസ്റ്റ്. അതുപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂണിൽ കുറയാതെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ കിടന്ന് വാടി വരുമ്പോഴാണ് ഈ മെഴുക്കുവരട്ടിക്ക് അത്രയും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം എണ്ണ കുറഞ്ഞു പോകരുത്. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിനകത്തേക്ക് നമുക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 300 ഗ്രാമോളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി ഒട്ടും കുറഞ്ഞു പോകരുത്. ഉള്ളിയാണ് ഇതിൻ്റെ ആ ഒരു ഉള്ളിയുടെ ടേസ്റ്റാണ് ഒരു ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട്. അപ്പോൾ സവോളയാണെങ്കിൽ ഇത്രയും ടേസ്റ്റ് വരില്ല. അപ്പോൾ ചുവന്നുള്ളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അത് കുറച്ച് അളവ് കൂടുതൽ വേണം. എന്നിട്ട് വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ മാത്രം രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ ഈ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വരണം. ഒത്തിരി അങ്ങ് വെന്ത് പോകരുത്. ചെറുതായിട്ട് വാടി വരികയാവുള്ളൂ. അപ്പോൾ ഉള്ളി വാടിക്കഴിയുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് മുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ചതച്ച മുളകില്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷേ എന്നാലും ഈ മുളക് ചതച്ചത് ചേർക്കുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ്, നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഉള്ളിയും മുളകും എല്ലാം കൂടെ ഒന്ന് വാടി മിക്സായി വരണം. ആ മുളകിൻ്റെ ടേസ്റ്റ് എല്ലാം ഉള്ളിയിലേക്ക് പിടിച്ച് കഴിയുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് ചീര ചേർത്ത് കൊടുക്കാം. ഒരല്പം പോലും വെള്ളം ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയോ തളിച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ആ എണ്ണയിൽ കിടന്ന് തന്നെ ചീരയും എല്ലാം വാടി കിട്ടണം. അഥവാ എണ്ണ കുറഞ്ഞു പോയെന്ന് തോന്നിയാൽ ഇടയ്ക്ക് ഒരല്പം കൂടെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ചാൽ ഇത് കൂടുതൽ കുഴഞ്ഞു പോവും, ടേസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ ചീരയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചീരയ്ക്ക് ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് കുറേശ്ശെ ചേർക്കുക. അല്ലെങ്കിൽ ഒരല്പം ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചീരയ്ക്ക് ഉപ്പ് കൂടിപ്പോയതായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചിട്ട് കൊടുക്കുക. പോരുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയുടെയും കൂടെ ടേസ്റ്റ് വരുമ്പോൾ ഒരു നല്ല ഫ്ലേവർ കിട്ടും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില ഒഴിവാക്കാം. കാരണം ചീരയുടെ ആ ഒരു ടേസ്റ്റ് ഇല തന്നെയല്ലേ. അതുകൊണ്ട് കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കണം. കുറച്ച് നേരം കൊണ്ട് തന്നെ ചീര വെന്ത് കിട്ടും. ചീര വേകാൻ അധികം സമയമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് എന്തെങ്കിലും വെച്ച് മൂടിക്കൊടുത്ത് അതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് ചീരയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം അടിയിൽ പിടിക്കാതെ ശ്രദ്ധിച്ച് വേണം. എണ്ണ പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെന്തോന്നൊക്കെ നോക്കുക. ഉപ്പ് പോരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്തും ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിയൊക്കെ അധികം കുഴഞ്ഞു പോകാതെ തന്നെ അതിനകത്ത് അങ്ങനെ കിടക്കണം. അത് ചേർത്ത് കഴിക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വെറൈറ്റി ആയിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.